നേരത്തെ പറഞ്ഞായിരുന്നോ ഒന്നുകൂടെ പറയാമോ? പറയാം. സാർ ഇന്നലെ പൊന്നമ്മ ചേച്ചിയുടെ വിയോഗ വാർത്ത അറിഞ്ഞ സമയം മുതൽ സാറിന് പൊന്നമ്മ ചേച്ചിയെ കാണണമെന്നുള്ള ഒരു നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് സാറിനെ ഞങ്ങൾ ഇന്ന് രാവിലെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയത്. പക്ഷേ വണ്ടി കയറുമ്പോഴും ഇവിടെ ഈ അടുത്ത് വരുന്നിടം വരെ സാറ് ഒരു കുഴപ്പമില്ലായിരുന്നു, ഓക്കെ ആയിരുന്നു. ഞങ്ങളോട് സാറ് പൊന്നമ്മ ചേച്ചി അഭിനയിച്ച സിനിമയിലെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് വീടിൻ്റെ മുറ്റത്തെത്തിയപ്പം പൊന്നമ്മ ചേച്ചിയുടെ ഫോട്ടോ ഫ്ലെക്സ് കണ്ട് സാറ് പെട്ടെന്ന് അങ്ങ് ടയേർഡാവുമായിരുന്നു ചെയ്തത്. സാർ ഇത്രയും വയ്യാതിരിക്കുമ്പോൾ സാറിൻ്റെ ഒരു ആഗ്രഹമാണ് വന്ന് കാണണമെന്നുള്ളത് കൊണ്ടാണ് ഗാന്ധി ഭവൻ്റെ സെക്രട്ടറി സോമരാജൻ സാറ് അദ്ദേഹത്തെ കൊണ്ടുപോയി കാണിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് പെട്ടെന്ന് സാർ ഇങ്ങനെ ഒരു ടയേർഡായത്. നിങ്ങൾ ഗാന്ധി ഭവനിൽ? ഞാൻ ഗാന്ധി ഭവനിലെ PR ആണ് ശ്രീദേവി. എൻ്റെ സിസ്റ്ററാണ് മായ. സാറിൻ്റെ ആ ഒരു ആഗ്രഹം, ഞങ്ങൾക്ക് സാറിൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സാറ് രാവിലെ തൊട്ട് എനിക്ക് പോകണം എന്നെ കൊണ്ടുപോകാമോ എന്ന് ചോദിച്ച് അങ്ങനെ സോമരാജ സാറ് പറഞ്ഞു അദ്ദേഹത്തെ കൊണ്ട് കാണിക്ക്. അങ്ങനെയാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. ഇവിടെ വന്നപ്പോഴാണ് സാറ് ഇത്രയാണ് ഒരു മോശം അവസ്ഥയിലായത്. അല്ലാതെ ഹെൽത്തൊക്കെ ഓക്കെ അല്ലേ? ഹെൽത്ത് ഓക്കെയാണ്. ചില സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യും. ചില സമയങ്ങളിൽ സാറിന് ഇച്ചിരി ഓർമ്മക്കുറവുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ പിന്നെ പ്രായത്തിൻ്റെതായ ഒരു ക്ഷീണാവസ്ഥയൊക്കെ വന്ന് കയറിയതാണ്. വണ്ടിയിൽ വന്ന് കയറി ഇവിടെ ഈ ഫ്ലെക്സ് കണ്ടപ്പോൾ സാറിന് പെട്ടെന്ന് അങ്ങ് ക്ഷീണമായി. അതുവരെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴെല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞ ഇങ്ങനെ സാറും പൊന്നമ്മ ചേച്ചി അഭിനയിച്ച സിനിമയെ പറ്റിയൊക്കെ സംസാരിച്ചോണ്ട് വരുമായിരുന്നു. പൊന്നമ്മ ചേച്ചിയെ കണ്ടായിരുന്നോ? കണ്ടു. ഞങ്ങൾ ഇവിടെ വന്ന് പെട്ടെന്ന് തന്നെ പറഞ്ഞ് സാറ് വന്നിട്ടുണ്ട്, സാറ് കാണാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞ് സാറിനെ 3-4 പേര് കൂടിയാണ് കൊണ്ടുവന്ന് കണ്ടു. അതെന്താ